നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അശ്വതി വിബിയെ തിരഞ്ഞെടുത്തു. തൃക്കൂർ, അളഗപ്പ നഗർ, വരന്തരപ്പള്ളി, പുതുക്കാട് പഞ്ചായത്തുകളിൽ UDFന്റെ പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. തൃക്കൂർ പഞ്ചായത്തിൽ സുന്ദരി മോഹൻദാസ്, അളഗപ്പ നഗറിൽ ഭാഗ്യവതി ചന്ദ്രൻ, വരന്തരപ്പള്ളിയിൽ മീന മദനൻ, പുതുക്കാട് രതി ബാബു എന്നിവരാണ് പ്രസിഡന്റുമാർ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സുന്ദരി മോഹൻദാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട രതി ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പറപ്പൂക്കര, നെന്മണിക്കര, മുരിയാട് പഞ്ചായത്തുകളിൽ LDFന്റെ പ്രസിഡന്റുമാർ ചുമതലയേറ്റു. പറപ്പൂക്കരയിൽ ബീന സുരേന്ദ്രൻ, നെന്മണിക്കരയിൽ VT വിജയലക്ഷ്മി, മുരിയാടിൽ സരള വിക്രമൻ എന്നിവരെയാണ് പ്രസിഡന്റുമായി തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുക്കപ്പെട്ട ബീന സുരേന്ദ്രൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പറപ്പൂര പഞ്ചായത്തിൽ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വർഷങ്ങളിൽ കുറേ പുതിയ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് മുഴുവനും നടപ്പിലാക്കാൻ പൂർത്തീകരിക്കണം. അതുപോലെ പുതിയ പദ്ധതികൾ ആരംഭിക്കും എന്ന് പറഞ്ഞാണ് ഇലക്ഷനെ നേരിട്ടിരുന്നത്. ആ പുതിയ പദ്ധതികൾ തുടങ്ങും, അത് നടപ്പിലാക്കുകയും ചെയ്യും. അതുപോലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. അതുപോലെ ആയതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം എണ്ണി പറയേണ്ടതായിട്ടുണ്ട്. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 ഏക്കർ സ്ഥലം വീട് പണിയാനായിട്ട് സ്ഥലമില്ല, അത്തരത്തിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് വിശ്വവിദ്യാലയോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ നഗരം ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത്. ഇവിടെ ഒരു പാവപ്പെട്ടവനൊരു സെന്റ് സ്ഥലം വാങ്ങണമെങ്കിൽ തന്നെ സെന്റിന് വില വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാർക്ക് തന്നെ താങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സ്ഥലവും വീടിൻ്റെ വാടകയ്ക്ക് അത്രയും താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി
കൂടില്ല എന്ന് മനസ്സിലായപ്പോൾ നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. സ്ഥലമില്ല, വീടുമില്ല. അങ്ങനെ ഉള്ള പേരുടെ ലൈഫിൽ പേരുള്ള ആൾക്കാർക്ക് വീട് പണിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥലം മേടിച്ച് കഴിഞ്ഞ് ഭരണസമിതി 1 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ആദ്യ മുൻഗണന ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വീട് പണിത് ഒരു 72 പേരോടക്കം ആദ്യഘട്ടത്തിലാണ് വീട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായി അത് പണിത് ആ പണി പൂർത്തീകരിച്ച് അവരെ എനിക്ക് മാറ്റി പാർപ്പിക്കുക എന്ന് തന്നെയാണ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യ വികസന അജണ്ടയിലുള്ള ഒന്നാമത്തെ കാര്യം. അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ കൊടകരയിൽ സ്വതന്ത്രനായ ജോയ് നെല്ലിശ്ശേരി UDF പിന്തുണയോടെ പ്രസിഡന്റായി. മറ്റത്തൂരിൽ UDFിൽ നിന്നും രാജിവെച്ച 8 മെമ്പർമാരുടെയും BJPയുടെയും പിന്തുണയോടെ സ്വതന്ത്രയായ ടെസി ജോസ് കല്ലറയ്ക്കൽ പ്രസിഡന്റായി. എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടെസി ജോസ് കല്ലറയ്ക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും മറ്റത്തൂരിൽ കോൺഗ്രസുകാരുടെ വക ഷോക്ക്. മറ്റത്തൂരിൽ കോൺഗ്രസ് മെമ്പർമാർ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ആകെയുള്ള 8 കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുകയും ഭരണത്തിലെത്തുകയും ചെയ്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. കോൺഗ്രസിൽ നിന്ന് ജയിച്ച 8 കോൺഗ്രസ് മെമ്പർമാരും BJPയിലെ 4 അംഗങ്ങളിൽ 3 പേരുടെ വോട്ട് ലഭിച്ച് 12 വോട്ട് നേടിയാണ് ജയിച്ചത്. ഒരു BJP അംഗത്തിന്റെ വോട്ട് അസാധുവായി. സ്വതന്ത്രനായി വിജയിച്ച KR ഔസേഫിന് ആകെ 11 വോട്ടാണ് ലഭിച്ചത്. ഇതിൽ 10 വോട്ട് LDF അംഗങ്ങളുടേതാണ്. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ LDF നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോടും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടും നേതൃത്വം കാണിച്ച നീതികേടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മിനിമോൾ, ശ്രീജ, സുമ, ആന്റണി, അക്ഷയ്, സന്തോഷ്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സിജി രാജേഷ്, സിബി പൗലോസ്, നൂർജഹാൻ നവാസ് എന്നിവരാണ് രാജി സമർപ്പിച്ചത്. പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയുടെ തിരുനാളിന് കൊടിയേറി. ഫാദർ ടിജോ മുള്ളക്കര കൊടിയേറ്റ് നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ, കൈകാരന്മാരായ തോമസ് മുള്ളക്കര, ജിംസൺ കുറ്റിക്കാടൻ, ജനറൽ കൺവീനർ ഷാജു മാപ്രാണത്തുകാരൻ, സപ്ലിമെന്റ് കൺവീനർ ബ്രിട്ടോ ചക്കുംപീടിക, വോളണ്ടിയർ കൺവീനർ വർഗീസ് തെക്കേത്തല എന്നിവർ നേതൃത്വം നൽകി. 2026 ജനുവരി 3, 4, 5 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ റെക്കോർഡുകൾ ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു. ശനിയാഴ്ച പവന് 880 രൂപയാണ് വർദ്ധിച്ചത്. 1,03,560 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 12,945 രൂപയായി. ചൊവ്വാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പണിക്കൂലിയും നികുതിയും കൂടി ചേരുമ്പോൾ വില ഇനിയും ഉയരും. ചൊവ്വാഴ്ച പവന് 1,760 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ചരിത്രം കുറിച്ചത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില.
9-ന് 94,920 രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത്. രൂപയുടെ മൂല്യവും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും ഓഹരി വിപണിയിലെയും ആഗോള വിപണിയിലെയും അസ്ഥിരതയും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പൂണിശ്ശേരി 7-ാം വാർഡിൽ പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ഭവനരഹിതർക്ക് താമസിക്കാൻ 2 വർഷം മുൻപ് ലയൺസ് ക്ലബ് പണിതു നൽകിയ ഫ്ളാറ്റിൽ 12 കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത്. ഇവർക്കായാണ് പഞ്ചായത്ത് അംഗം പ്രീബനൻ ചുണ്ടേലപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നന്മ സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത്. നന്മ പ്രസിഡന്റ് പ്രവീൺ, വൈസ് പ്രസിഡന്റ് കണ്ണൻ, സെക്രട്ടറി ദിവ്യ രാജു, ട്രഷറർ നിനി എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർന്ന് കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷം നടത്തി. ഷോണി കാവിൽ, ബിജു വള്ളൂപ്പാറ, മേജോ കുണ്ടുകുളങ്ങര എന്നിവർ പ്രസംഗിച്ചു. അതോടൊപ്പം നമ്മുടെ യോഗത്തിന് എത്തിച്ചേർന്ന ആളുകൾക്ക് നന്ദി പിന്നീട് പ്രവീൺ പറയും. സ്നേഹപൂർവ്വം നന്ദി. ഇതില് ഈ നന്ദി കാർഡിന്റെ പ്രത്യേകത കൂടി ഉണ്ട്. എന്റെ ഫോൺ നമ്പർ അതിലുണ്ട്. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ, ആപത്തുകൾ വരാതിരിക്കട്ടെ എന്നാൽ തന്നെ എന്നെ വിളിക്കാനും കൂടിയിട്ടാണ് എന്റെ ഫോൺ നമ്പറും വാട്സാപ്പ് നമ്പറും പോയിട്ടുണ്ട്. നന്ദിക്കര GVHSS നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് ചെങ്ങാലൂർ GLP സ്കൂളിൽ തുടക്കമായി. പഞ്ചായത്ത് അംഗം രതി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്ങാലൂർ GLPS PTA പ്രസിഡന്റ് KS സജീവ് അധ്യക്ഷത വഹിച്ചു. നന്ദിക്കര GVHSS പ്രിൻസിപ്പൽ രാജലക്ഷ്മി, മുൻ NSS പ്രോഗ്രാം ഓഫീസർ ധന്യ ജോസഫ്, AR ദിവ്യ, KJ ബിജി, സുനിൽ കൈതവളപ്പിൽ, KG ലിബിൻ, CK സുദേവൻ, നിത ജിൻഡോ, വിദ്യ മാധവ്, NSS ലീഡർ അനേത എന്നിവർ പ്രസംഗിച്ചു. ജനുവരി 1-ന് ക്യാമ്പ് സമാപിക്കും. മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നെന്മണിക്കരയിൽ ക്രിസ്തുമസ് കേക്കുകൾ വിതരണം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീല ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. നെന്മണിക്കര പഞ്ചായത്തിലെ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് തങ്ക ഭാസ്കരൻ, ഭാരവാഹികളായ ശാന്തകുമാരി ഗിരിജൻ, ദീപ്തി ബെയിൻ തുടങ്ങിയവരും സന്നിഹിതരായി. 100ഓളം കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിൽ ചെന്നാണ് കേക്കുകൾ സമ്മാനിച്ചത്. വരാക്കര സെന്റ് ആന്റണീസ് പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനുസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ കാർമ്മികനായി. കൈകാരന്മാരായ ജോൺസൺ മാപ്രാണത്തുകാരൻ, ആൻഡോ തൃക്കുകാരൻ, ബിജു മാപ്രാണത്തുകാരൻ, ജനറൽ കൺവീനർ വർഗീസ് മാളിയേക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനുവരി 3, 4, 5 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,915 രൂപയും പവന് 1,03,320 രൂപയും രേഖപ്പെടുത്തി. വെണ്ടൂർ മാടമ്പി ചോനേടൻ ജോർജ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 9:15 വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. മേരിയാണ് ഭാര്യ. സഖി, ശോഭ, സിജി എന്നിവർ മക്കളും ജോബി, പ്രിൻസ്, ജോമോൻ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.